സർ, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം അധ്യായം നമ്പർ 85 നിന്നാണ്. അതിൽ താങ്കൾ ഇങ്ങനെ പറയുന്നു: യു ഹോൾഡ് ഗ്രഡ്ജസ് ബിക്കോസ് യു എക്സ്പെക്ട് അതേഴ്സ് ടു ഫിറ്റ് യുവർ ഇമേജസ്. ദേ ഡോണ്ട്, ആൻഡ് യുവർ ഡിസയേഴ്സ് ഫീൽ വൂണ്ടഡ്. അപ്പോൾ സർ, ഞാനിത് കണ്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴായി വിഷമിക്കാറുണ്ട്. അതായത്, എന്റെ ധാരണയിൽ എന്റെ മനസ്സിൽ ആദ്യത്തെ പ്രതികരണം വരുന്നത് മറ്റൊരാളെ കുറ്റപ്പെടുത്താനുള്ള ആഗ്രഹമാണ്. ഇത്തരമൊരു ആഗ്രഹം എന്റെ മനസ്സിൽ വരുന്നത് എന്റെ ഇമേജ് രൂപീകരണത്തിന്റെ അനന്തരഫലമാണ്. അത്തരമൊരു ഇമേജ് രൂപീകരണം തകരുമ്പോഴാണ് നമുക്കിതിന്റെ കാരണത്താൽ വേദനയുണ്ടാകുന്നത്. പ്രതീക്ഷ തകർന്നു പോയതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ മുറിവുണ്ടാകുന്നത്. നിങ്ങളുടെ പ്രതീക്ഷ തകർന്നത് നിങ്ങൾ മിഥ്യാധാരണയിൽ ആയിരുന്നതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞ കാര്യം ശരിയല്ലേ? നമ്മുടെ എല്ലാ പ്രതീക്ഷകളും ഭാവിയെക്കുറിച്ചുള്ളതാണല്ലോ. നിങ്ങളൊരു ട്രക്കിനെ നോക്കി അടുത്ത 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ കണ്ട ആ ട്രക്ക് 20,000 അടി ഉയരത്തിൽ പറക്കുകയായിരിക്കുമെന്ന് പ്രവചിക്കാറുണ്ടോ? ചെയ്യാറുണ്ടോ? നിങ്ങളങ്ങനെ ചെയ്യാറില്ലല്ലോ. നിങ്ങളൊരു ട്രക്കിനെ നോക്കി ആ ട്രക്ക് പറന്നുയർന്ന് കുറച്ചു സമയത്തിനുള്ളിൽ 20,000 അടി ഉയരത്തിലായിരിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നെങ്കിൽ, നിങ്ങൾ പ്രതീക്ഷ വെച്ച ആളിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നിങ്ങളുടെ ഉള്ളിൽ അത്തരമൊരു പ്രതീക്ഷ വരുന്നത്. നിങ്ങൾ ശരിയല്ലാത്ത പ്രതീക്ഷ വെച്ച് പുലർത്തിയ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ മിഥ്യാധാരണയിൽ അല്ലെങ്കിൽ ഇല്യൂഷനിലായിരുന്നു. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ അത്തരമൊരു പ്രതീക്ഷ വെച്ച് പുലർത്തിയിട്ട ആ വ്യക്തിയോട് ഞാൻ നിന്നിൽ പ്രതീക്ഷ വെച്ചതാണ്, എന്റെ തെറ്റെന്ന് പറയാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾ പ്രതീക്ഷ വെച്ചതല്ല തെറ്റ്. നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിലാക്കിയില്ല. നിങ്ങൾ മിഥ്യാധാരണയിലായിരുന്നു. നിങ്ങൾ ട്രക്കിനെ വിമാനമായിട്ടാണ് കണ്ടത്. അങ്ങനെ കണ്ടാൽ കുറച്ചു സമയത്തിനുള്ളിൽ ഇത് 20,000 അല്ലെങ്കിൽ 3,000 അടി ഉയരത്തിൽ പറക്കുന്നുണ്ടാകും എന്ന പ്രതീക്ഷ സ്വയമേവ വരും. മനസ്സിലാക്കുന്നുണ്ടോ?